നമസ്കാരം. 10-ാം ഇടത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഡിസംബർ മാസം 28-ാം തീയതി മുതൽ 2026 ജനുവരി 3 വരെയുള്ള ഒരാഴ്ച 27 നക്ഷത്രങ്ങളും അടങ്ങുന്ന 12 കൂറുകാർക്കും എങ്ങനെയാണ് എന്ന് നോക്കാം. 29-ാം തീയതി പുലർച്ചെ ബുധൻ ധനു രാശിയിലേക്ക് സംക്രമിക്കുന്നു. മേടക്കൂറ് അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. ആഴ്ചയുടെ തുടക്ക ദിവസത്തിന് ശേഷം ഏകദേശം നല്ല കാര്യങ്ങൾ ആണ് ഇവർക്ക് പൊതുവെ സംഭവിക്കുക. അതായത് ആഴ്ചയിൽ ഏകദേശം 2.5-3.5-4 ദിവസത്തോളം ഇവർക്ക് നല്ലതാണ്. നല്ലത് എന്ന് പറയുമ്പോൾ ഇവരുടെ ശാരീരികവും മാനസികവുമായ സന്തോഷത്തിന് ഇടയാക്കുന്ന ഒരുപാട് സന്ദർഭങ്ങളിലൂടെ ഇവർക്ക് കടന്നു പോകാൻ സാധിക്കും. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആനന്ദം ഒരാൾക്ക് ലഭിക്കുക എന്ന് പറഞ്ഞാൽ അവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കുക എന്നതാണ്. വിദേശവുമായി ബന്ധപ്പെട്ട ഇവരുടെ ആശ്രിതരുടെ ജോലി സംബന്ധമായ കാര്യങ്ങളിലോ പഠന സംബന്ധമായ കാര്യങ്ങളിലോ അല്ലെങ്കിൽ അവിടെ സ്ഥിര താമസത്തിന് വേണ്ടി ശ്രമിക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും തടസ്സമുണ്ടായിരുന്നതോ ഒക്കെ തന്നെ മാറുന്നതായിട്ടും പൊതുവെ വിദേശത്തുള്ള ഇവരുടെ മക്കൾക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ആശ്രിതർക്കോ അല്ലെങ്കിൽ ഇവർക്ക് തന്നെയോ ഈ നക്ഷത്രക്കാർക്ക് തന്നെയോ മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് തന്നെയോ പോകുവാനോ അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് അവിടെ സമാധാനവും അതുപോലെ വിജയകരവുമായ ഒരു കർമ്മരംഗം പടുത്തുയർത്താനുമൊക്കെ സാധിക്കുന്നതിൻ്റെ തുടക്കമാവും ഈ ആഴ്ച എന്ന് വേണം കരുതാൻ. അതുപോലെ ഇവരുടെ തറവാട്ടിൻ്റെ ഭാഗം വയ്ക്കലോ അല്ലെങ്കിൽ പിതാവിന് ഏതെങ്കിലും തരത്തിലുള്ള ശാരീരികമായ അവശതയുണ്ടായിരുന്നതിന് മാറാനുള്ള സാധ്യതയും കാണുന്നു. എന്നാൽ പിതാവിന് ചിലരുടെയെങ്കിലും ഈ മേടക്കൂറിൽപ്പെട്ട ചില നക്ഷത്രക്കാരുടെയെങ്കിലും പിതാവിന് അലർജി അസുഖമോ ത്വക്ക് സംബന്ധമായ രോഗമോ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാവുന്നതല്ല. പ്രധാനമായും ഇവർക്ക് ഇവരുടെ ഭാഗ്യവുമായി ബന്ധപ്പെട്ട് ഇവരുടെ യാത്രയുമായി ബന്ധപ്പെട്ട് ഉന്നത പഠനവുമായി ബന്ധപ്പെട്ട് ജോലിയിലെ ഉയർച്ചയ്ക്ക് വേണ്ട പരീക്ഷകളോ അഭിമുഖങ്ങളോ അതുമായി ബന്ധപ്പെട്ട് ഒക്കെ തന്നെയും പോസിറ്റീവായിട്ടുള്ളൊരു നീക്കം കാണുന്നുണ്ട്. ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ ഇവർക്ക് ധനപരമായി നല്ല വരവ് കാണുന്നു. പ്രത്യേകിച്ചും ധനം ആർജിക്കുന്നതിന് വേണ്ടി വളരെ ശുഷ്കാന്തിയോടുകൂടി കുറേ കാര്യങ്ങൾ ഇവർ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ആഴ്ചയുടെ ആദ്യത്തെ ദിവസം കഴിയുമ്പോൾ തന്നെ ഉള്ള ദിവസങ്ങൾ ആദ്യ ദിവസത്തിന് ശേഷമുള്ള ദിവസങ്ങൾ തന്നെ ഇവർക്ക് വളരെ ഗുണകരമാണ്. അത് കർമ്മരംഗത്ത് കൂടുതൽ സജീവമായി നിലനിൽക്കാനും സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാവുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ വളരെ സജീവമാകാനുമൊക്കെ ഇവർക്ക് സാധിക്കുന്നതാണ്. മാതാവിനൊന്നും വലിയ ദോഷങ്ങൾ ഈ ആഴ്ച കാണുന്നില്ല. എന്നാൽ മാതാവിൻ്റെ ബന്ധത്തിൽപ്പെട്ടവർക്ക്, അതും ഒരർത്ഥത്തിൽ രക്തബന്ധത്തിൽ ഈ മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ തന്നെ വരാം, അവർക്ക് എന്തെങ്കിലും ശാരീരികമായ അവശതയോ അവരുടെ മക്കൾക്കോ അല്ലെങ്കിൽ മറ്റ് രക്തബന്ധത്തിൽപ്പെട്ടവർക്കോ ഏതെങ്കിലും വിധത്തിലുള്ള ശാരീരികമായ അവശതയൊക്കെ ഉണ്ടാകാനുള്ള ഇടയുണ്ട്. അതോർത്ത് ഈ മാതൃതുല്യരായ അല്ലെങ്കിൽ മാതാവിൻ്റെ രക്തബന്ധത്തിൽപ്പെട്ടവർക്ക് വിഷമമുണ്ടാവുകയും ആ വിഷമം ഇൻഡയറക്റ്റായിട്ടെങ്കിലും മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരെ ബാധിക്കുകയും ചെയ്യാമെന്ന് കാണുന്നുണ്ട്. യാത്ര ഗുണകരമായിട്ട് വരും. ഇവർക്ക് ആരോഗ്യ സംബന്ധമായി ആഴ്ചയുടെ 2ാം പകുതി തുടങ്ങുന്ന ആ ദിവസങ്ങൾ അത് ഒന്ന് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും മുഖരോഗങ്ങൾക്ക്, വദന രോഗങ്ങൾക്ക് സാധ്യത, മൂക്ക്, കണ്ണ്, പിന്നെ സ്കാൽപ്പിൻ്റെ ഭാഗങ്ങൾ, അതുപോലെ തന്നെ മോണ, പല്ല്, ചെവി, ഈ ഭാഗങ്ങളിൽ എന്തെങ്കിലും അസുഖമുണ്ടാകാനോ മുഖത്തിൻ്റെ ത്വക്ക് സംബന്ധമായ അലർജി മുഖത്തുണ്ടാകാനോ ഒക്കെ സാധ്യതയുണ്ട്. അതുപോലെ വാക്കും വളരെ സൂക്ഷിക്കണം ഈ ദിവസങ്ങളിൽ. സ്വന്തം വാക്കുകൾ ചിലപ്പോൾ ഏറ്റവും അടുത്ത മിത്രങ്ങളെയോ അല്ലെങ്കിൽ അയൽക്കാരുമായോ ഒക്കെ തെറ്റാനോ കലഹമുണ്ടാകാനോ ഒക്കെ സാധ്യതയുണ്ട്. ആഴ്ചയുടെ ആദ്യ പകുതിക്ക് ശേഷം 2ാം പകുതി തുടങ്ങുമ്പോൾ തൊട്ടടുത്തുള്ള 1-1.5 ദിവസങ്ങളാണ് ഈ ശ്രദ്ധ വേണ്ടത്. പൊതുവെ മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഗുണകരമെന്ന് തന്നെ വിശേഷിക്കാം. ധനപരമായും പ്രവർത്തന സംബന്ധമായും വിദേശവുമായി ബന്ധപ്പെട്ടുള്ള ജോലിയായാലും ബിസിനസ്സായാലും പഠനമായാലും അവിടുത്തെ സ്ഥിരവാസത്തിന് വേണ്ടിയുള്ള ശ്രമത്തിനായാലും ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 29, 30, 31 രാവിലെ 9:30 വരെയും ശേഷം 2-ാം തീയതി മധ്യാഹ്നത്തിന് ശേഷം 3 താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളാണ്. അടുത്തത് ഇടവക്കൂറാണ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ 2ാമത്തെ മുക്കാൽ, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ ആദ്യ ദിവസവും പിന്നീട് 2ാം പകുതി തുടങ്ങുന്ന സമയവുമാണ് കൂടുതൽ ഗുണകരം. സാമ്പത്തികമായ നേട്ടം ഇവർക്കും പ്രത്യേകമായി പറയുന്നുണ്ട്. ഇവരുടെ ജോലിയിൽ ഒരു മാറ്റമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മാറ്റമുണ്ടാകുന്ന സാധ്യതയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരം ഇവർ അറിയാനിടയുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ ജോലിയുടെ ശ്രമങ്ങൾ ആരംഭിക്കാവുന്നൊരവസ്ഥ കാണുന്നുണ്ട്. അതുപോലെ തന്നെ
ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ചിലരെങ്കിലും നേരത്തെ തന്നെ ഈ വിവരം അറിഞ്ഞിട്ട് പുതിയ ജോലിയുമായി ബന്ധപ്പെട്ട് പോസിറ്റീവായ ചില നീക്കങ്ങൾ തുടങ്ങാൻ ഈ ആഴ്ച അവർക്ക് ഗുണകരമായി വരുന്നു എന്നും കാണുന്നുണ്ട്. അറിയാത്തവർ പൊടുന്നനവേ എന്തെങ്കിലും ഒരു വിവരം കിട്ടുകയും ജോലി മാറേണ്ടി വരുന്നു, അല്ലെങ്കിൽ ജോലിയിൽ ഒരു ഉയർച്ച ഉണ്ടാകാൻ, എന്തായാലും ഇപ്പോൾ പ്രവർത്തിക്കുന്ന ആ പദവി, ആ സീറ്റ് അത് മാറേണ്ടി വരാം, അല്ലെങ്കിൽ ആ സ്ഥലം മാറേണ്ടി വരാം. അങ്ങനെ ഒരു അവസ്ഥ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി അതുമായി ഒന്ന് പിണങ്ങാനൊരു സാധ്യത കാണുന്നു. ഒരുപക്ഷേ ജോലിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളെ ചൊല്ലിയുള്ള എന്തെങ്കിലും പിണക്കമോ സൗന്ദര്യ പിണക്കമോ അകൽച്ചയോ ഒക്കെ ആവാം. വളരെ ഗൗരവമുള്ള ഒരു പിണക്കമോ അകൽച്ചയോ ആയിട്ട് കാണുന്നില്ല അതിനെ. ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ആഴ്ചയുടെ തുടക്ക ദിവസം സാമ്പത്തികമായി വളരെ നേട്ടം കാണുന്നുണ്ട്, അല്ലെങ്കിൽ ആഴ്ചയുടെ തുടക്ക ദിവസം അവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ തന്നെ നടക്കും എന്ന് കാണുന്നു. അതോടൊപ്പം തന്നെ ആഴ്ചയുടെ ആദ്യ ദിവസത്തിന് ശേഷമുള്ള ആദ്യ പകുതിയിലെ ദിവസങ്ങൾ, അതായത് തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങൾ ചിലവൽപ്പം കൂടിയിരിക്കും എന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ തങ്ങളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട്, കർമ്മരംഗവുമായി ബന്ധപ്പെട്ട് ഒരൽപ്പം നൈരാശ്യമോ വിഷമമോ ഉണ്ടാവാനുള്ള സാധ്യത ഈ ദിവസങ്ങളിൽ കാണുന്നുണ്ട്. പുതിയ പ്രവർത്തനങ്ങളും അതുകൊണ്ടാവാം പുതിയ പ്രവർത്തനങ്ങളോട് കൂറു പുലർത്തിക്കൊണ്ട് ഇനി മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയാണ് ഇവർക്ക് നല്ലത് എന്ന് പറയുന്നത്. ഒന്നുകിൽ ജോലി സംബന്ധമായ മാറ്റം, അല്ലെങ്കിൽ ഇവർക്കുണ്ടായിരുന്ന ബന്ധങ്ങളിൽ എന്തെങ്കിലും വിഷമമുണ്ടാവുകയോ അതുമായി ബന്ധപ്പെട്ട് ഈ ദിവസങ്ങളിൽ മനസ്സിന് സന്തോഷം ലഭിക്കുവാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു വയ്ക്കുന്നു. ചിലപ്പോൾ യാത്ര പോകുന്നു, അല്ലെങ്കിൽ കൂടുതൽ പണം ചിലവഴിച്ച് ചില സുഖാലസ്യ കേന്ദ്രങ്ങളിലേക്ക് പോകുന്നു, തീർത്ഥാടനം പോലെ അലയുന്നു. ഇങ്ങനെയൊക്കെയുള്ളൊരവസ്ഥ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ കൃത്യമായി വരുന്നതായിട്ട് കാണുന്നു. എന്നാൽ അതിനുശേഷം ആഴ്ചയുടെ രണ്ടാം പകുതി തുടങ്ങുമ്പോൾ, അതായത് ബുധനാഴ്ച തൊട്ട് ഇവർക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ആക്റ്റീവ് ആകുന്നതായിട്ട് കാണുന്നു. മനസ്സിൻ്റെ അത്തരം അസ്വസ്ഥതകളൊക്കെ മാറ്റി കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി തങ്ങളുടെ കർമ്മരംഗത്ത് ശോഭിക്കാൻ ഇവർക്ക് സാധിക്കുന്നു. പുതിയ പ്രവർത്തനങ്ങളുമായി കൂടുതൽ ഇടപഴകി മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ സാമ്പത്തികമായി വളരെ ഗുണമാണ്. പക്ഷേ മാതാവിന് ശാരീരികമായ അവശതയോ, അല്ലെങ്കിൽ ഇവരുടെ ഗൈഡ് എന്നൊക്കെ പറയാവുന്ന, അല്ലെങ്കിൽ വഴികാട്ടിയായി ഇവരെ സഹായിക്കുകയും മനസ്സിന് വിഷമം തോന്നുമ്പോൾ വർത്തമാനത്തിലൂടെയോ ഫോണിലൂടെയോ ഒക്കെ ഇവർക്ക് ആശ്വാസം പകർന്നു നൽകുകയും ചെയ്യുന്ന സൗഹാർദ്ദങ്ങളുമായിട്ട് തെറ്റിപ്പിരിയാനോ കലഹത്തിനോ ഒക്കെ സാധ്യതയുണ്ട് ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ. എന്നാൽ സാമ്പത്തികമായിട്ട് ഒട്ടും ദോഷം കാണുന്നില്ല. ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിലും ഇവർക്ക് അങ്ങനത്തെ സാമ്പത്തിക പരാധീനത കാണുന്നില്ല. പക്ഷേ ജോലി സംബന്ധമായ കാര്യങ്ങളിലുമൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകാമെന്നേ കാണുന്നുള്ളൂ. ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 28, പിന്നെ 31 രാവിലെ 9:00 ശേഷം 1-ാം തീയതിയും 2-ാം തീയതി മധ്യാഹ്നം വരെയും താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് മിഥുനക്കൂറാണ്. മിഥുനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം നക്ഷത്രങ്ങളെന്ന് പറയുന്നത് മകയിരത്തിൻ്റെ 2ാമത്തെ അര, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യത്തെ 1/4 ഭാഗം. ആദ്യ പകുതി വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. കർമ്മരംഗത്ത് വളരെ സജീവമായിട്ട് ഇവർക്ക് നിലനിൽക്കാൻ സാധിക്കുന്നു. സാമ്പത്തികമായി നേട്ടമുണ്ടാകുന്നു. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കുന്നു. എന്തെങ്കിലുമൊക്കെ വാഹന സംബന്ധമായോ വീടിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടോ, അല്ലെങ്കിൽ വീടിൻ്റെ നിർമ്മാണം തന്നെയാണെങ്കിലുമോ, അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള മംഗളകർമ്മങ്ങൾ സ്വന്തം കാര്യത്തിലായാലും ശരി, വീട്ടിലെ മറ്റേതെങ്കിലും അംഗത്തിന് വേണ്ടിയിട്ടായാലും ശരി, അതല്ല അവരുടെ ഏറ്റവും അടുത്ത സർക്കിളിലുള്ളവർക്കായാലും ശരി, ആ ആഗ്രഹിച്ച കാര്യം കൃത്യമായി നടക്കുന്നതായിട്ട് കാണുന്നു. ഇവരുടെ തന്നെ വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകുന്നു. ഈ മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ പ്രണയത്തിന് സാഫല്യം അണയുന്ന ദിവസങ്ങളാണ് ആഴ്ചയുടെ ആദ്യ പകുതിയിൽ കാണുന്നത്. ചില യാത്രകൾ ചിലപ്പോൾ ഇവർക്ക് വളരെ പ്രയോജനകരമായിട്ട് വരും. പെട്ടെന്ന് എടുക്കുന്ന ചില തീരുമാനങ്ങൾ ഇവരുടെ പ്രവർത്തനങ്ങളെ കൂടുതൽ സജീവമാക്കുന്നതായിട്ടാണ് കാണുന്നത്. പഴയ തീരുമാനങ്ങളൊക്കെ ഇവർ മാറ്റിമറിക്കുന്നതായിട്ട് കാണുന്നു. അതുകൊണ്ട് തന്നെ പുതിയ ആശയങ്ങളും പുതിയ സംരംഭങ്ങളും ഇവർക്ക് കൂടുതൽ ഗുണകരമായിട്ടാണ് വരുന്നത്. ഭാവിയിലോ അല്ലെങ്കിൽ വരുന്ന കാലത്തോ കൂടുതൽ ഗുണം നൽകുന്ന പ്രവർത്തനങ്ങളിലേക്ക് ഇവരുടെ മനസ്സ് തിരിയാൻ കാരണമാകുന്നു, പ്രത്യേകിച്ചും ആഴ്ചയുടെ ആദ്യ പകുതിയിലെ ദിവസങ്ങൾ. ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ, പ്രത്യേകിച്ചും അവസാന ദിവസങ്ങൾക്ക് തൊട്ട് മുമ്പുള്ള ദിവസങ്ങൾ, അതായത് വെള്ളി ശനി ദിവസങ്ങൾ, വ്യാഴം ഉച്ചയ്ക്ക് ശേഷം വെള്ളി ശനി ദിവസങ്ങൾ ചിലവൽപ്പം കൂടിയിരിക്കുമെന്ന് കാണുന്നുണ്ട്. എന്നാൽ സ്വന്തം ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടോ മനസ്സിൻ്റെ സമാധാനത്തിന് വേണ്ടിയിട്ടോ ചെയ്യുന്ന പണം മുടക്കായിട്ടാണ് അത് കാണുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ ഒരു നഷ്ടക്കച്ചവടമെന്നോ അനാമത്ത് ചിലവെന്നോ പറയാൻ സാധിക്കുകയില്ല. സ്വന്തം
രക്ഷയ്ക്ക് വേണ്ടി, സ്വന്തം പുരോഗതിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളുടെ പണമുടക്ക് ഒരിക്കലും ദോഷകരമല്ല. പൊതുവേ ഈ ആഴ്ചയുടെ ആദ്യ പകുതി വളരെ ഗുണകരമെന്ന് പറഞ്ഞു. പ്രവർത്തനങ്ങളിൽ വിജയം, അവരുടെ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കുക, വിവാഹം, പ്രണയം ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മനസ്സിന് സന്തോഷം നൽകുന്ന വിജയമുണ്ടാവുക, യാത്ര കൊണ്ട് ഗുണമുണ്ടാവുക, പഠനവുമായി ബന്ധപ്പെട്ട് ഗുണമുണ്ടാവുക, കുറേ കാലങ്ങളായി ആഗ്രഹിക്കുകയും നടക്കാതിരിക്കുകയും ചെയ്ത ചില കാര്യങ്ങൾ കൃത്യമായി നടക്കാനിടയുണ്ട് ഈ ആഴ്ചയുടെ ആദ്യ പകുതിയിലെന്ന് കാണുന്നു. ചിലവ് വർദ്ധിച്ചിരിക്കും ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, സ്വന്തം പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള, സ്വന്തം പ്രയോജനപ്രദമായ കാര്യങ്ങൾക്ക് വേണ്ടി പണം മുടക്കുന്നു. അതുകൊണ്ട് തന്നെ അത് അധിക ചിലവെന്നോ പാഴ്ചിലവെന്നോ പറയാൻ സാധിക്കുകയില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം, മിഥുനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 28, 29, 30, 31 രാവിലെ 9:30 വരെയും പിന്നെ 2 മധ്യാഹ്ന ശേഷം 3-ാം തീയതിയും ഗുണകരമാണ്. അടുത്തത് കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളവും വളരെ പെട്ടെന്ന് ഇവരുടെ രക്തബന്ധത്തിൽപ്പെട്ട വളരെ സീനിയറായ, വളരെ കാരണവസ്ഥാനത്തുള്ളവരുടെ തീരുമാനങ്ങൾ ഈ കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രങ്ങൾക്ക് വളരെ അനുഗ്രഹമായി മാറുന്നതായിട്ട് കാണുന്നു. പ്രത്യേകിച്ചും ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിലാണ് അതിൻ്റെ ഒരു പ്രധാന ഇത് കാണുന്നത്. ഏറ്റവും പ്രധാനം ഇവർക്ക് ആദ്യ ദിവസം ഒഴിച്ചാൽ, പൊതുവേ ആഴ്ചയുടെ ആദ്യത്തെയും അവസാനത്തെയും ദിവസം ഒഴിച്ചാൽ ആഴ്ചയുടെ ബാക്കി ദിവസങ്ങൾ ഇവർക്ക് വളരെ ഗുണകരമാണ്. ആ മധ്യഭാഗത്തെ ദിവസങ്ങൾ വീട് ഭാഗം വയ്ക്കുക, അല്ലെങ്കിൽ വീടുമായി ബന്ധപ്പെട്ട് ഇവർ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളിൽ ഇവരുടെ കാരണവസ്ഥാനത്തുള്ള വ്യക്തികൾ അനുഗ്രഹവും ആശിസ്സുമായി കടന്നു വരിക, വിദേശവുമായി ബന്ധപ്പെട്ടുള്ള ഇവരുടെ പ്രവർത്തനങ്ങൾ വിജയിക്കുക, അതുപോലെ തന്നെ സ്വന്തം ജോലിക്ക് വേണ്ടി ശ്രമിച്ചിരുന്ന, അല്ലെങ്കിൽ ജോലിയിൽ ഉയർച്ചയ്ക്ക് വേണ്ടി ശ്രമിച്ചിരുന്ന പരീക്ഷകളിലോ അഭിമുഖങ്ങളിലോ വിജയം നേടുക, മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്ന ആശങ്കകളെ അകറ്റുന്ന കാര്യത്തിൽ വിജയം വരിക്കുക, അതായത് തലയെ, കണ്ണ്, മൂക്ക്, നാക്ക് ഈ ഭാഗങ്ങളിലുണ്ടായിരുന്ന ഒരുതരം കനം വയ്പ്, അസുഖം, അത്തരം അവസ്ഥകൾക്ക് കുറവുണ്ടാവുക, ഇവർ മനസ്സിന് കുറച്ചുകൂടി ഭാരം ഒഴിഞ്ഞതായി തോന്നുക. അപ്പോൾ പൊതുവേ ഇവർ ഒരു ഈസിനെസ്സിലൂടെ, എളുപ്പ വഴിയിലൂടെ, കുറച്ചുകൂടി ലാഘവത്വത്തോടു കൂടി ഇവർക്ക് ജീവിതത്തെ കാണാൻ സാധിക്കുന്ന ഒരവസ്ഥ വരുന്നുണ്ട് ഈ ആഴ്ചയിൽ. ആദ്യ ദിവസം പിതാവിന് നേരിയ ചെറിയ അവസ്ഥതയോ അല്ലെങ്കിൽ ഈ കാരണവസ്ഥാനത്തുള്ള വ്യക്തിക്ക് ചിലപ്പോൾ ചില ശാരീരിക അവശതകളോ ഉണ്ടാകാമെങ്കിലും തുടർന്നുള്ള ദിവസങ്ങളിൽ അതിനെ ഒന്നും ഗൗരവമായി കാണേണ്ടതില്ല എന്ന് ഈ കർക്കിടകക്കൂറുകാരെ പഠിപ്പിക്കുന്ന തരത്തിൽ അവരുടെ ആരോഗ്യവും അവരുടെ മാനസിക നിലകളും നല്ലതാകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ പൊതുവേ കർക്കിടകക്കൂറിനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക നേട്ടവും പ്രവർത്തനങ്ങളിൽ വിജയവും ഈ പറഞ്ഞ പോലെ അഭിലഷിച്ച കാര്യങ്ങൾ, ആഗ്രഹിച്ച കാര്യങ്ങൾ നടപ്പാകലുമൊക്കെ കാണുന്നു. സ്കിൻ സംബന്ധമായ അസുഖം ഇപ്പോഴും ഇവരെ അലട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ അലർജി അസുഖങ്ങൾ അതൊക്കെ ജലരാശിയിൽപ്പെട്ടതായതുകൊണ്ടാവണം ഇവർക്ക് ഒരു ചെറിയ പ്രശ്നം വന്നാൽ അതിനെ ഗൗരവമായി കാണുന്നൊരവസ്ഥ കാണുന്നുണ്ട്. അത്തരം കാര്യങ്ങളെ ഒഴിവാക്കാൻ പറ്റിയാൽ, അല്ലെങ്കിൽ അതിനെ മനസ്സിൻ്റെ ധൈര്യം കൊണ്ട് അതിജീവിക്കാൻ സാധിച്ചാൽ വലിയ പ്രശ്നങ്ങളൊന്നും കർക്കിടകനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കാണുന്നില്ല. ഇവരുടെ പഠനവുമായി ബന്ധപ്പെട്ട് ഈ കർക്കിടകക്കൂറിൽപ്പെട്ടവർക്ക് പഠനം ചിലപ്പോഴെങ്കിലും ആയാസമുള്ള ഒന്നായി തോന്നിയെന്നിരിക്കാം. പക്ഷേ ഈ ആഴ്ചയിൽ അതിനൊരു ഈ പറയുന്ന ആയാസരാഹിത്യം സംഭവിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് അവർ വലിയ ഒരു ടെൻഷനായിട്ട്, വലിയ ഒരു തങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ തങ്ങൾക്കൊരിക്കലും കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കില്ല എന്ന അവസ്ഥയിൽ നിന്നൊരു മാറ്റം വരികയും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനസ്സിൻ്റെ ആ ഭാരം കുറഞ്ഞതുകൊണ്ടോ ബുദ്ധി കുറച്ചുകൂടെ തെളിഞ്ഞതുകൊണ്ടോ ഇവർക്ക് കാര്യങ്ങളെ കൃത്യമായി കാണാൻ സാധിക്കുകയും അതുകൊണ്ട് തന്നെ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മുന്നോട്ട് പോകുവാനും ഇവർക്ക് സാധിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ സാമ്പത്തിക നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം, ആഗ്രഹിച്ച കാര്യങ്ങൾ നടപ്പാകൽ ഇതൊക്കെയുണ്ട്. ആഴ്ചയുടെ അവസാന ദിവസം ചിലവുകൾ അല്പം കൂടിയിരിക്കും. തുടക്ക ദിവസം പിതാവിനത്ര നല്ലതുമല്ല എന്ന് കാണുന്നുണ്ട്. ഈ ആഴ്ചയിൽ കർക്കിടകക്കൂറിനെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസങ്ങൾ 29, 30, 31, 1, 2 മധ്യാഹ്നം വരെയും ഗുണകരമാണ്. അടുത്തത് ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യം അനുകൂലമായി നിൽക്കുന്ന ഒരാഴ്ചയായിട്ടാണ് ഈ ആഴ്ചയെ വിശേഷിപ്പിക്കേണ്ടത്. പ്രത്യേകിച്ചും ആദ്യത്തെ 2 ദിവസങ്ങൾക്ക് ശേഷം പൊതുവെ ഗുണകരമായൊരവസ്ഥ കാണുന്നുണ്ട്. സാമ്പത്തികം പൊടുന്നനവേ ഇവരുടെ കൈകളിലേക്ക് വരുന്നതായിട്ട് കാണുന്നു. വീടുമായി ബന്ധപ്പെട്ടോ വാഹനവുമായി ബന്ധപ്പെട്ടോ
അല്ലെങ്കിൽ ഇവരുടെ സ്ത്രീ സുഹൃത്തുക്കൾ വഴിയോ ഒക്കെ മനസ്സിന് ഒരുപാട് സന്തോഷം ലഭിക്കുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട്. പുതിയ വസ്ത്രം ലഭിക്കുകയോ പുതിയ വീട്ടുപകരണങ്ങൾ വാങ്ങാൻ സാധിക്കുകയോ അതുമല്ലെങ്കിൽ പുതിയ ചില മനോഹരമായ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ സാധിക്കുകയോ കലാസൃഷ്ടികൾ ആസ്വദിക്കാൻ സാധിക്കുകയോ ഒക്കെ ചെയ്യുന്നതായിട്ട് കാണുന്നു. കണ്ണിന് അവശതയുണ്ടാകാം. അതുപോലെ തന്നെ തോളല് ഈ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടാകാനുള്ള സാധ്യത കാണുന്നു. കൃത്യമായി പറഞ്ഞാൽ ഈ ഡയഫ്രത്തിന് മുകളിൽ ശ്വാസകോശ സംബന്ധമായ അസുഖവും ഇവർക്കുണ്ടാകാനുള്ള സാധ്യത ഈ ആഴ്ച ഉണ്ട്. എപ്പോഴും ഇവരെ ചൊല്ലി ഏതെങ്കിലും തരത്തിൽ ആക്ഷേപങ്ങളോ വിമർശനങ്ങളോ ഉയർത്തുന്നവർക്ക് കൃത്യമായി ചുട്ട മറുപടി നൽകാൻ സാധിക്കുന്ന ഒരാഴ്ചയായിട്ടാണ്, പ്രവർത്തനങ്ങളാൽ സാധിക്കുന്ന ഒരാഴ്ചയായിട്ടാണ് ഈ ഒരു വാരത്തെ കാണേണ്ടത്. അപ്രതീക്ഷിതമായ ധനസഹായം ഇവരിലേക്ക് വന്നു ചേരുന്നതായിട്ട് കാണുന്നു. മുമ്പ് ഇവരെ അവിശ്വസിച്ചിരുന്ന വ്യക്തികൾ പോലും, മുമ്പ് ഇവരോട് ഏതെങ്കിലും തരത്തിൽ വിമർശന ബുദ്ധിയോട് സമീപിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്നവർ പോലും ഗൗരവമായി ഇവരുടെ കാര്യത്തെ, ഇവരുടെ വീക്ഷണത്തെ, ഇവരുടെ ചിന്താഗതികളെ, പ്രവർത്തനങ്ങളെ കാണുകയും അതിനനുസരിച്ച് ഇവരോട് ഏതെങ്കിലും തരത്തിലൊക്കെ ഇടപെടാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു വാരമാണ്, അല്ലെങ്കിൽ അതിൻ്റെ തുടക്കമാണ്. അതുകൊണ്ട് തന്നെ പ്രവർത്തനങ്ങളിൽ മുമ്പേ തന്നെ അവരുടേതായ ആശയങ്ങളിലൂടെ പൊയ്ക്കൊണ്ടിരുന്ന ചിങ്ങക്കൂറുകാർക്ക് അത് വീണ്ടും തുടർന്നു പോകാൻ സാധിക്കുന്ന ഒരു ആത്മവിശ്വാസം ലഭിക്കുന്നു. തങ്ങളുടെ ഭാഗമാണ് ശരി എന്ന് കൃത്യമായി അറിയാൻ സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കണ്ണിന് പ്രശ്നം വരാം. അതുപോലെ തലയ്ക്ക്, തോളല് ഈ ഭാഗത്തിന് ദോഷമുണ്ട്, പ്രത്യേകമായി ശ്രദ്ധിക്കുക. പിന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം സന്താനങ്ങൾക്കും ചെറിയ ചില അവശതകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് പഠന സംബന്ധമായ കാര്യങ്ങളിലല്ല, മറിച്ച് ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിലാണ്. അവർക്കും നയന രോഗത്തിനോ മോണ രോഗത്തിനോ ഒക്കെ സാധ്യതയുണ്ട്. നിസ്സാര സംഭവങ്ങളാണെന്ന് വിചാരിക്കാം, പക്ഷേ അതിൻ്റെ വേദന കുട്ടികൾക്ക് സഹിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് വളരെ കരുതലോടുകൂടി കൃത്യമായ സമയത്ത് മെഡിക്കേഷൻ ഇതൊക്കെ എടുക്കണം. ചിങ്ങക്കൂറിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾക്ക് തടസ്സമുണ്ടാകുമെങ്കിലും ഒടുവിൽ അതിൻ്റെ വിജയം ഇവർക്ക് ഈ തടസ്സം തന്നിരുന്ന വേദനയേക്കാൾ വിജയത്തിൻ്റെ മധുരമായി മാറുന്നത് കാണുന്നുണ്ട്. ചില തടസ്സങ്ങളും ചില കാലതാമസങ്ങളും ഇപ്പോഴും അവരെ പിന്തുടരുന്നുണ്ട്, അത് മറക്കണ്ട. എന്നാൽ പ്രാർത്ഥനയോടുകൂടി, അതീവ ജാഗ്രതയോടുകൂടി കാര്യങ്ങളെ നേരിട്ടാൽ, പ്ലാൻ ചെയ്താൽ ഇവർക്ക് കൃത്യമായി മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് തന്നെ കാണുന്നു. ഈ ആഴ്ചയിൽ ചിങ്ങക്കൂറിനെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 31 രാവിലെ 9:30 ശേഷം 1, 2, 3 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് കന്നിക്കൂറാണ്. കന്നിക്കൂറിന് വരുന്ന നക്ഷത്രങ്ങളെന്ന് പറയുന്നത് ഉത്രത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, അത്തം ചിത്തിരയുടെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളവും പ്രധാന സവിശേഷത എന്ന് പറയുന്നത് ഓർക്കാപ്പുറത്ത് ഇവർക്ക് ആഴ്ചയുടെ ആദ്യ പകുതിയിലെ ആദ്യ ദിവസത്തിന് ശേഷം വരാവുന്ന ധനാഗമ മാർഗം തന്നെയാണ്. വളരെ പെട്ടെന്നായിരിക്കും ധനം വരാൻ സാധ്യത. പലയിടങ്ങളിൽ നിന്ന് ധനം വാഗ്ദാനം വരുന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ വാഗ്ദാനം വരുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ കൃത്യമായി ഇവർക്ക് ലഭിക്കുന്നൊരു പ്രതീക്ഷ ഇല്ലാതിരിക്കുന്ന സമയത്തായിരിക്കും ഈ ആഴ്ചയിൽ പെട്ടെന്നത് കടന്നു വരിക. ആഴ്ചയുടെ ആദ്യ ദിവസത്തിന് ശേഷമുള്ള ദിവസങ്ങൾ ഓർക്കാപ്പുറത്തത് വരാം. ആദ്യ ദിവസവും നല്ലതാണ്. ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികളുമൊത്ത് യാത്ര പോകാനോ, മനസ്സിന് സന്തോഷം നൽകുന്ന ഇടങ്ങളിൽ പോകാനോ, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനോ, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സമ്മാനം കിട്ടിയത് അതുമായി ബന്ധപ്പെട്ട് മനസ്സിന് സന്തോഷം ലഭിക്കുന്ന നിമിഷങ്ങൾ പങ്കുവയ്ക്കാനോ ഒക്കെ സാധിക്കുന്നൊരവസ്ഥ കാണുന്നുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയോടൊത്ത് പുറത്തു പോവുക, കാമുകി ബന്ധങ്ങൾ വളരെ ശക്തമാവുക, വിവാഹവുമായി ബന്ധപ്പെട്ട ദാമ്പത്യഭാവങ്ങളിൽ കൂടുതൽ ഉല്ലാസകരവും പുരോഗമനപരവുമായ കാര്യങ്ങൾ സംഭവിക്കുക, മനസ്സിന് പൊതുവെ സന്തോഷം ലഭിക്കുന്നൊരവസ്ഥകളിലൂടെ കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ ആഴ്ചയുടെ തുടക്ക ദിവസം കടന്നു പോകും. തുടക്ക ദിവസത്തിന് ശേഷം ഓർക്കാപ്പുറത്തെക്കുറിച്ച് ധനം ഇവരിലേക്ക് വരാം. പക്ഷേ ഓർക്കുക, നട്ടലിന് സംബന്ധമായ ചില അസുഖങ്ങൾ ഈ ദിവസങ്ങളിൽ ഇവർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വാഹനത്തിൽ സഞ്ചരിക്കുമ്പോഴും അതുപോലെ കയറ്റങ്ങൾ കയറുമ്പോഴുമൊക്കെ ഒരു ശ്രദ്ധ വേണം. മാതാവിന് ചെറിയ അവശത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മാതാവുമൊത്ത് സഞ്ചരിക്കുമ്പോഴും ശ്രദ്ധിക്കുക. കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ വാഹനം ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴൊക്കെ അങ്ങേയറ്റത്തെ ശ്രദ്ധ വേണം. അമിത വേഗത ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതുപോലെ ഈ അമിത വേഗത ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞാലും വളരെ മര്യാദയ്ക്ക് പോയാലും ഇങ്ങോട്ടൊരാൾ കയറി വന്ന് ഇടിക്കുകയോ ഒക്കെ ചെയ്താൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമില്ല എന്ന് പറയുന്നില്ല. സമയദോഷമാണെങ്കിൽ എങ്ങനെയും ഒരു ദോഷം നമുക്ക് സംഭവിക്കാം. അതുകൊണ്ടത് പ്രത്യേകം ശ്രദ്ധിച്ചു കൊള്ളണം. കേന്ദ്രഭാവങ്ങളിൽ പാപഗ്രഹങ്ങൾ സഞ്ചരിക്കുമ്പോൾ അത്തരം അവസ്ഥകൾക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പക്ഷേ സർവേശ്വരനായ വ്യാഴത്തിൻ്റെ ദൃഷ്ടി അത്തരം ഭാഗങ്ങളിലേക്ക് പോകുന്നത് കൊണ്ട് ഇവർക്ക് എല്ലാത്തിലും ഒരു ഈശ്വരാധീനമുണ്ട്. ചിലപ്പോൾ അപകടത്തിൻ്റെ വക്കിൽ നിന്ന് ഇവർക്ക് തിരിച്ചു വരാൻ സാധിക്കും. കാൽമുട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ജോയിൻ ഭാഗങ്ങൾ,
അതായത് സന്ധി ഭാഗങ്ങൾക്ക് പ്രശ്നമുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. വിവാഹത്തിൻ്റെ കാര്യത്തിൽ ദോഷമില്ല, ബന്ധങ്ങളുടെ കാര്യത്തിൽ ദോഷമില്ല. അപ്രതീക്ഷിതമായി ധനസഹായം വരും. ധനപരമായ കാര്യങ്ങൾക്കുണ്ടായിരുന്ന മുട്ടിനൊരു കുറവുണ്ടാകും. പൊതുവേ കാര്യങ്ങൾ സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിൽ നീങ്ങും. പ്രധാന സവിശേഷത ഉദരസംബന്ധവും അതുപോലെ ഈ ജോയിൻറ്റ് പെയിനിലുമൊക്കെ ഉണ്ടാകാവുന്ന അസ്വസ്ഥതകളാണ്, അല്ലെങ്കിൽ നട്ടെല്ല് സംബന്ധമായ അസ്വസ്ഥതകളാണ്. അത്തരം കാര്യങ്ങളാണ് ഏതു വിധേനയും ശ്രദ്ധിക്കേണ്ടത്. മാതാവിൻ്റെ ആരോഗ്യവും ശ്രദ്ധിക്കണം. വീട് ഭാഗം വയ്ക്കാൻ ഇടവരും. വീടുമായി ബന്ധപ്പെട്ട കുറേ ധനം കൈകളിലേക്ക് വരാം. താമസസ്ഥലം ചിലപ്പോൾ മാറിയെന്നിരിക്കാം. വീട്ടുമൃഗങ്ങളുമായി ബന്ധപ്പെട്ടും മനസ്സിന് ചെറിയ ചില വിഷമങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പെറ്റ്സൊക്കെ ഉള്ളവർ അതിൻ്റെ കാര്യത്തിലും നല്ലൊരു ശ്രദ്ധ വേണമെന്ന് പറയുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം, കന്നിക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 28-ാം തീയതി ഗുണമുള്ള ദിവസമാണ്. അത് കഴിഞ്ഞാൽ 2-ാം തീയതി മധ്യാഹ്ന ശേഷം 3 താരതമ്യേന ഗുണമുള്ള ദിവസമാണ്. അടുത്തത് തുലാക്കൂറാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിരയുടെ 2ാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യ 1/4 ഭാഗം. ആദ്യ പകുതി വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ച് മനസ്സിന് ഇണങ്ങുന്ന വ്യക്തികളുമൊത്ത് പുതിയ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനുള്ള അവസരത്തിന് ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറുന്നു. അപ്പോൾ നേരത്തെ തന്നെ ചില പ്രാരംഭമായി ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആലോചിച്ച് വച്ചിട്ട് വേണ്ടപ്പെട്ട വ്യക്തികളുമായിട്ടോ അല്ലെങ്കിൽ നേരത്തെ വേണ്ടപ്പെട്ട ആൾക്കാരുമായി നടത്തിയിരുന്ന സംരംഭങ്ങളിൽ എന്തെങ്കിലും തടസ്സം വന്നിരുന്നതും മാറാൻ വേണ്ടി ചെയ്തിരുന്ന കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന കാലതാമസമൊക്കെ മാറുന്നതായിട്ടാണ് കാണുന്നത്. ആഴ്ചയുടെ തുടക്ക ദിവസം തന്നെ അത് കാണുന്നു. ശത്രു മനോഭാവത്തിൽ നിന്നിരുന്നവർ അതൊക്കെ മാറ്റി ഇവരോട് അനുകൂല ഭാവത്തിൽ വരുന്നതായി കാണുന്നു. കടബാധ്യത അതിൽ നിന്ന് മോചനമുണ്ടാകുന്നതായിട്ട് കാണുന്നു. കുറേ കാലമായി ഇവരെ ഗ്രസിച്ചിരുന്ന ബാധ്യതകൾ, രോഗം, നിസ്സഹായതകൾ, ആലസ്യം, ഇതിനെല്ലാം ഒരു മാറ്റം വരുന്നു. ചുറുചുറുക്കോടുകൂടി ശുഷ്കാന്തിയോടുകൂടി തങ്ങളുടെ കർമ്മരംഗത്ത് വ്യാപരിക്കാൻ സാധിക്കുന്നു ആഴ്ചയുടെ ആദ്യ പകുതിയിൽ. ആഴ്ചയുടെ 2ാം പകുതി തുടങ്ങുമ്പോൾ ഇവർക്ക് മുമ്പ് അപേക്ഷിച്ചിരുന്ന ചില സ്ഥാപനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ മുമ്പ് ചോദിച്ചു വച്ചിരുന്ന ചില വ്യക്തികളിൽ നിന്നോ ഒക്കെ ധനപരമായ സഹായം പൊടുന്നനവേ കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ധനപരമായ സഹായങ്ങൾ കൊണ്ട് വളരെ അടിയന്തരമായ ചില ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും അതുപോലെ തന്നെ ചില കടബാധ്യതകൾക്ക് താൽക്കാലികമായിട്ടെങ്കിലും ആശ്വാസം കണ്ടെത്താനും സാധിക്കുന്നതായിട്ട് കാണുന്നു. ആഴ്ചയുടെ അവസാന ദിവസം ഇവരുടെ രക്തബന്ധത്തിൽപ്പെട്ട കാരണവസ്ഥാനത്തുള്ളവർക്ക് അത്ര നല്ലതല്ല. സാമ്പത്തിക പരാധീനത അല്ലെങ്കിൽ ആ സാമ്പത്തിക പരാധീനതയിൽ അവർ അനുഭവിക്കുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാണാനിടവരികയോ അറിയാനിടവരികയോ ചെയ്യുമ്പോഴുണ്ടാകുന്ന മനോവ്യഥ അത് ഇവരെ വല്ലാതെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. കുറച്ച് സെൻസിറ്റീവായിട്ടുള്ള ആൾക്കാരായതിനാൽ തുലാക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് പെട്ടെന്ന് വിഷമങ്ങൾ മനസ്സിനെ വല്ലാതെ ബാധിക്കും. അത്തരമൊരവസ്ഥ കാണുന്നുണ്ട് ആഴ്ചയുടെ അവസാന ദിവസം. എന്നാലും പൊതുവെ ഇവർക്ക് ഈ ആഴ്ച തങ്ങളുടേതായ കാര്യങ്ങളിൽ ഒരുവിധമെങ്കിലും സമാധാനം കിട്ടുന്ന, സാമ്പത്തികമായി ഗുണം കിട്ടുന്ന ഒരവസ്ഥ കൈവരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾ ഇവർ ശ്രദ്ധിക്കേണ്ടത് ഇവരുടെ വസ്തിപ്രദേശം എന്ന് പറയുമ്പോൾ കീഴ്വയറ്, വശങ്ങൾ, നട്ടെല്ലിൻ്റെ കീഴ്ഭാഗം, ഇത്രയും ഭാഗത്ത് എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ മൂലം അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള തേയ്മാനം മൂലമോ ഒക്കെ ഈ ഭാഗത്ത് അസ്വസ്ഥതയോ പെയിനോ വരാം. കൃത്യമായി അതിനുള്ള മെഡിക്കേഷൻ നടത്തുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 28, 29, 30, 31 രാവിലെ 9:30 മണിവരെയും താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളാണ് തുലാക്കൂറിന്. അടുത്തത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ 1/4 ഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയുടെ തുടക്ക ദിവസം കഴിഞ്ഞാൽ വളരെ ഗുണകരമാണ്. തങ്ങളുടെ പഴയ ചില സുഹൃത്തുക്കൾ ചേർന്ന് ചെയ്തിരുന്ന കാര്യങ്ങൾ മുടക്കം വന്നിരുന്നു. ആ മുടക്കത്തിനൊരു മാറ്റം വരുന്നതായും കൂടുതൽ കാലത്തിനൊത്ത് സഞ്ചരിക്കുന്ന തരത്തിൽ ചില പുതിയ ആശയങ്ങളോടുകൂടി അത് പുനർജീവിപ്പിക്കാനുള്ള ശ്രമം ഈ ആഴ്ച തുടങ്ങുന്നതായിട്ട് കാണുന്നു. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പോസിറ്റീവ് മൂവ്മെൻറ്റ് നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളിൽ ഉണ്ടായിരുന്ന കുഴപ്പങ്ങളൊക്കെ മാറുന്നതായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ചും ഇവരുടെ മനസ്സിനെ ആലസ്യം ബാധിക്കുന്ന തരത്തിൽ ആക്റ്റീവായി ഇടപെടാൻ സാധിക്കാത്ത തരത്തിലുള്ള ചില അവസ്ഥകൾ, ശാരീരിക അവസ്ഥകൾ, അതിനൊരു മാറ്റം വരുന്നു. കൂടുതൽ ശുഷ്കാന്തിയോടുകൂടി തങ്ങളുടെ കർമ്മരംഗത്ത് പ്രവർത്തിക്കാൻ ഇവർക്ക് സാധിക്കുന്നു. ആഴ്ചയുടെ ഏകദേശം 4-5 ദിവസങ്ങളോളം അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ അനുകൂലമായ ദിവസമാണ് വൃശ്ചികക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ വാരത്തിൽ. തുടക്ക ദിവസത്തിൽ സന്താനങ്ങൾക്കോ അല്ലെങ്കിൽ ഉദ്ദേശിച്ച അനുസരിച്ചുള്ള
പ്ലാൻ അതനുസരിച്ച് ക്രമീകരണം അനുസരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കാതെയോ വരാം, തുടക്ക ദിവസം മാത്രം. അതിനുശേഷം ഒരുപക്ഷെ വീണ്ടും അബദ്ധങ്ങളും പരാജയങ്ങളും തിരിച്ചറിഞ്ഞ് ഒന്നുകൂടി ഒരു കറക്റ്റിഫിക്കേഷൻ നടത്തി മുന്നോട്ട് പോകുന്നൊരവസ്ഥ കാണുന്നുണ്ട്. സ്വയം ശരിയാകലിന് വിധേയമാകുന്ന ഒരവസ്ഥ വൃശ്ചികക്കൂറിന് കഴിഞ്ഞ കുറച്ചു കാലമായിട്ടുണ്ട്. ഇപ്പോൾ അത് വളരെ ഊർജിതമായി മുന്നോട്ട് വരുന്നു. വിവാഹ സംബന്ധമായ കാര്യങ്ങളിലും ആഴ്ചയുടെ രണ്ടാം പകുതി കൂടുതൽ തീരുമാനമാകുന്നതായിട്ടാണ് കാണുന്നത്. ഒന്നുകിൽ തങ്ങൾക്ക് വേണ്ട പാർട്ട്ണറെ കൃത്യമായി ഇവർ കണ്ടെത്തുന്നു, അല്ലെങ്കിൽ അതിനുവേണ്ടി ആരാണോ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് അവർക്ക് വേണ്ടി സമ്പൂർണ്ണമായി തലകുനിച്ചു കൊടുക്കുന്ന ഒരവസ്ഥ കാണുന്നു. ഇതൊന്നും നിർബന്ധ ബുദ്ധിയോടുകൂടിയല്ല, മറിച്ച് പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് എന്ന് കാണുമ്പോഴാണ് വൃശ്ചികക്കൂറിൽ പെട്ട നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ആ മാറ്റം മനസ്സിലാകുന്നത്. പൊതുവെ ചൊവ്വയുടെ സ്വാധീനം കൂടുതലായതിനാൽ തങ്ങൾ പിടിക്കുന്ന ഭാഗം, തങ്ങൾ പറയുന്ന ഭാഗം ഏറ്റവും ശരി എന്ന് വിചാരിക്കുന്ന ഒരു ധാർഷ്ട്യത ഇവർക്കുണ്ട്. അതിനൊരു ചെറിയ മാറ്റം വരുന്നു. സ്വന്തം ജീവിതത്തിലെ ശരികൾ, സ്വന്തം ജീവിതത്തിലെ നന്മകൾ ഇത് കൈക്കലാക്കണമെങ്കിൽ ഈ ധാർഷ്ട്യം കുറച്ചെങ്കിലും കുറയ്ക്കണമെന്ന് മനസ്സിലാകുന്ന ഒരവസ്ഥ ഈ വൃശ്ചികക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് വരുന്നുണ്ട്. അതെന്തായാലും ഗുണമാണ്. ഭാവിയിൽ അത് കൂടുതൽ വരും എന്ന് കാണുന്നു. എന്തായാലും ഇപ്പോൾ ഈശ്വരാധീനക്കേടിൻ്റെ ഒരു അവസ്ഥ അവർക്കുണ്ട്. വ്യാഴം അനിഷ്ട സ്ഥാനത്താണ് സഞ്ചരിക്കുന്നത്. എന്നാൽ അവരെ അനുഗ്രഹിക്കുന്ന ദേവീ ഭാഗം വളരെ ശക്തമാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് 7ാം ഭാവം 2ൽ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ദേവിയുടെ അനുഗ്രഹം, അമ്മയുടെ അനുഗ്രഹം കൃത്യമായി വരുന്നതായിട്ടാണ് കാണുന്നുണ്ട്. അത് ഭദ്രയുടെ രൂപത്തിലും സൗമ്യയായ ഭഗവതിയുടെ രൂപത്തിലുമൊക്കെ ഇവർക്ക് അനുഗ്രഹീതമായി വരുന്നതായി കാണുന്നു. അതുപോലെ തന്നെ ഏറ്റവും നന്നായി, വളരെ ഇംപ്രസീവായി ആളുകളെ സ്വാധീനിക്കാൻ തരത്തിൽ ഇവർക്ക് സംസാരിക്കുവാൻ കഴിയുന്നു. ഏതെങ്കിലുമൊക്കെ സ്കിൽ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവർക്ക് അവരുടെ സ്കിൽ ഏറ്റവും നന്നായി അവരുടെ കർമ്മരംഗത്ത് അർപ്പിക്കാൻ സാധിക്കുന്നതും വളരെ വലിയൊരു കാര്യമാണ്. നല്ല സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതായി കാണുന്നു. അതൊന്നും ഈ കടമായി കുറേ പണം കിട്ടുമെങ്കിലും തങ്ങളുടെ കഴിവ് ഉപയോഗിച്ച് പണമുണ്ടാക്കുന്ന ആത്മസംതൃപ്തി ഇവർക്ക് ഈ ആഴ്ച കൃത്യമായും വരുമെന്നറിയുന്നു. വൃശ്ചികക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യം ശ്രദ്ധിക്കേണ്ടത്, വണ്ണമുള്ളവർ പ്രത്യേകമായി ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് കുടവയർ, അതുപോലെ തന്നെ ഭാരിച്ച ശരീരമുള്ളവർ, അവർക്ക് ഒരല്പം ദോഷം ഈ ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കണ്ണ്, ഹൃദയം, ഞരമ്പുകൾ ഈ ഭാഗവും ശ്രദ്ധിക്കണം. മുഖരോഗങ്ങൾക്കും സാധ്യതയുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 29, 30, 31, 1, 2-ാം തീയതി മധ്യാഹ്നം വരെയും താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് ധനുക്കൂറാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം എന്തായാലും ഈശ്വരാനുഗ്രഹത്തിൻ്റെ ഒരു മട്ടുള്ളതുകൊണ്ട് കാര്യങ്ങൾ വീണ്ടും വീണ്ടും ശ്രമിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ നിരാശരായി തോറ്റതുപോലെ ഇനിയൊന്നും ചെയ്യാനില്ല എന്ന മട്ടിൽ ഈ വിധിയുടെ മുമ്പിൽ തോറ്റിരിക്കുന്ന ഒരു വ്യക്തിയെ അല്ല ധനുക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഇപ്പോഴും കാണാൻ സാധിക്കുന്നത്. അവർക്ക് അതിജീവനത്തിൻ്റേതായ പൊരുതി ജയിക്കാൻ പ്രേരണ നൽകുന്ന ഒരു ഉൾശക്തി തീർച്ചയായിട്ടും ഇപ്പോഴുമുണ്ട്. ഒരുപക്ഷെ സർവേശ്വരനായ വ്യാഴം ചന്ദ്രലഗ്നത്തിലേക്ക് നോക്കുന്നത് കൊണ്ടാകാം, ജന്മലഗ്നത്തിലേക്ക് നോക്കുന്നത് കൊണ്ടാവണം ആ ഒരു ഊർജം അവരിൽ ഉണ്ടാകുന്നത്. അത് കൃത്യമായി അവരെ ബാധിക്കുന്നു, അതുപോലെ തന്നെ സ്വാധീനിക്കുന്നു. അതുപോലെ തന്നെ അവരുടെ സൗന്ദര്യം വർദ്ധിക്കുന്നതായി കാണുന്നു. ആന്തരികവും ബാഹ്യവുമായ സൗന്ദര്യത്തിന് ഒരു വർധനവുണ്ടാകുന്നു. വളരെ ഇഫക്റ്റീവായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും ഇവർക്ക് സാധിക്കുന്നുണ്ട്. വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വിദ്യാഭ്യാസം നേടിയ, സാംസ്കാരികമായി ഉയർന്നു നിൽക്കുന്ന തരത്തിൽ ഇവർക്ക് ഇടപെടാൻ സാധിക്കുന്നു. തങ്ങളോട് വരുന്ന ആൾക്കാർ എങ്ങനെയാണോ അതിനനുസരിച്ച് നിൽക്കാൻ കൃത്യമായി സാധിക്കുന്ന ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഇപ്പോൾ ഇവർക്ക് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭാവി സുരക്ഷിതമാക്കുന്ന തരത്തിലുള്ള പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനോ പുതിയ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള തയ്യാറെടുപ്പുകൾ വിജയിക്കുവാനോ ഒക്കെ ഇവർക്ക് സാധിക്കുന്നു. തീർച്ചയായിട്ടും കർമ്മരംഗത്തും അവർ ജീവിക്കുന്ന ചുറ്റുപാടിലും ഇവർക്ക് വെല്ലുവിളികളും തടസ്സങ്ങളും ഉണ്ടെങ്കിലും അതിനെ അതിജീവിച്ചുകൊണ്ട് മുന്നേറാനുള്ള മനസ്സിൻ്റെ ത്വര വർദ്ധിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ വിജയം ഇവരുടെ ഭാഗത്താണെന്ന് ഉറപ്പായും വിശ്വസിക്കാം. ഏറ്റവും ശക്തനായ ഗ്രഹം ബന്ധുക്ഷേത്രത്തിൽ ബലവാനായി നിൽക്കുമ്പോൾ സ്വാഭാവികമായും ഇവർക്ക് കരുത്ത്, സൗമ്യത, ബുദ്ധിശക്തി, കാര്യങ്ങൾ നേരിടാനുള്ള പ്രാർത്ഥന, മനസ്സിൻ്റെ നീതി ബോധം ഇതെല്ലാം ശക്തമായി നിൽക്കുന്നതുകൊണ്ട് സ്വാഭാവികമായും ഇവരുടെ
ഈശ്വരാനുഗ്രഹമുള്ള വഴിത്താരകൾ തുറന്ന് കിട്ടും എന്ന് തന്നെ ചിന്തിക്കണം. കർമ്മരംഗത്തുണ്ടായിരിക്കുന്ന തടസ്സങ്ങൾക്ക് മാറ്റം വരും. വളരെ വലിയ പരീക്ഷണങ്ങളിലൂടെയാണ് കടന്നു വരുന്നതെങ്കിലും ഇവർക്കൊടുവിൽ വിജയിക്കാൻ സാധിക്കും. ഈ ആഴ്ചയിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം തുടക്ക ദിവസങ്ങളെക്കാൾ രണ്ടാം പകുതിയാണ് കൂടുതൽ ഗുണകരം. കഴിഞ്ഞുപോയ പരാധീനതകളോ കഴിഞ്ഞുപോയ സാമ്പത്തിക പ്രശ്നങ്ങളോ പരാജയങ്ങളോ ഒന്നും തന്നെ ഇവരെ അലട്ടുന്നതായിട്ട് കാണുന്നില്ല. പ്രത്യേകിച്ചും ഈ ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ അതെല്ലാം തിരിച്ചു പിടിക്കാൻ തക്കവണ്ണമുള്ള മാനസിക ശക്തിയും വീണ്ടും വിജയത്തോടുകൂടി മുന്നോട്ട് പോകാനുള്ള അവസ്ഥയും കാണുന്നുണ്ട്. സാമ്പത്തികമായ നേട്ടം കാണുന്നു, കടബാധ്യതയിൽ നിന്ന് മോചനം കാണുന്നു, രോഗവിവശതകളിൽ നിന്ന് മുക്തി നേടുന്നു, യാത്ര കൊണ്ട് ഗുണം കാണുന്നുണ്ട്. ശത്രുഭാവത്തിൽ നിന്നിരുന്നവർ മിത്രമായി വരാൻ സാധ്യത കാണുന്നു. ആഴ്ചയുടെ അവസാന ദിവസം മംഗളകരമായ കാര്യങ്ങളിൽ പങ്കുകൊള്ളാനും ഏറ്റുവാങ്ങാനും വിജയവുമായി ബന്ധപ്പെട്ട് മനസ്സിന് സന്തോഷം ലഭിക്കുവാനും ഒക്കെയുള്ള സാധ്യതകൾ കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ടത് മാതാവിൻ്റെയും കുടുംബത്തിലും ഉണ്ടാകാവുന്ന ചില പ്രശ്നങ്ങളാണ്. സ്വന്തം തറവാട്ടിൽ അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ താമസിക്കുന്ന ഇടത്തിൽ എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകൾ ഉണ്ടാകാം. അതിൻ്റെ പ്രതിഫലനങ്ങൾ കർമ്മരംഗത്തും വരാം. ആ കാര്യം ശ്രദ്ധിച്ചു കൊള്ളണം. അതുപോലെ തന്നെ ഇവർക്ക് ഈ പറയുന്ന തോളല്, മാറിടം ഈ ഭാഗങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാം. കഫത്തിൻ്റെ ശല്യമുള്ളവർക്ക് അത് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അപ്പർ ബോഡി വെയിറ്റ് കൂടുന്നവർ തേയ്മാനത്തിന് വിധേയനാവാനും സാധ്യതയുണ്ട്. അരക്കെട്ടിനും അതുപോലെ തന്നെ കാൽമുട്ടിനുമൊക്കെ എല്ല് തേയ്മാനത്തിൻ്റെ ദൂഷിത വശങ്ങൾ അനുഭവിക്കുന്ന പ്രായമുള്ളവരാണെങ്കിൽ അതിന് ആക്കം കൂടാനുള്ള സാധ്യതയുണ്ട്. അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളണം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 31 രാവിലെ 9:30 ശേഷം 1, 2, 3 തീയതിയും താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് മകരക്കൂറാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ രണ്ടാമത്തെ മുക്കാൽ, തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളവും ആഴ്ചയുടെ തുടക്ക ദിവസവും പിന്നീട് അവസാന ദിവസങ്ങളുമാണ് ഇവർക്ക് കൂടുതൽ ഗുണകരം. വളരെ ഊർജ്ജസ്വലമായി കാര്യങ്ങൾ തുടങ്ങും. ആ കാര്യങ്ങൾ അതേ അവസ്ഥകൾ നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ വിജയം വരെ പിന്തുടർന്നു പോകുന്ന ഒരു മാനസികാവസ്ഥ ഈ ആഴ്ചയിൽ ഇവർക്ക് എന്തായാലും ഉണ്ട്. പ്രതിവിധികൾ അതുപോലെ തന്നെ പ്രതിസന്ധികൾ ഇത് രണ്ടും ഒരുമിച്ച് പോകുന്നൊരവസ്ഥയാണ്. ഒരു പ്രതിസന്ധി ഉണ്ടായാൽ അതിന് കൃത്യമായി ഒരു പ്രതിവിധി ഇവർ കണ്ടെത്തുമെന്ന് കാണുന്നു. തങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുന്നവർ തന്നെ ചിലപ്പോൾ കലഹമുണ്ടാക്കാനോ പ്രശ്നമുണ്ടാക്കാനോ ഒക്കെയുള്ള സാധ്യതയുണ്ട്. വളരെ ഷോർട്ട് ടെമ്പേർഡായിട്ടുള്ള പെട്ടെന്ന് ദേഷ്യം വരുന്ന ആൾക്കാരുമായി ബന്ധപ്പെട്ടൊക്കെ ഈ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ പ്രവർത്തിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ അവരിൽ നിന്നൊക്കെ ചിലപ്പോഴെങ്കിലും കൈപ്പേറിയ അനുഭവങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളണം. എന്നാൽ ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ രണ്ടാം പകുതിയിൽ പൊതുവെ ഇവർക്ക് ഗുണകരമാണ്. പോയ ദുരിത പാഠങ്ങൾ അല്ലെങ്കിൽ കഴിഞ്ഞുപോയ മോശം അവസ്ഥകൾ നേരെ ഓപ്പോസിറ്റായി മാറുന്നു, വിപരീതമായി മാറുന്നു, ഗുണകരമായ അവസ്ഥയിലേക്ക് മാറുന്നു. ആരാണോ ഏതെങ്കിലും തരത്തിൽ അപഹസിക്കാനോ വിമർശിക്കാനോ ശ്രമിച്ചത് അവർ കാര്യത്തിൻ്റെ ഗൗരവവും ശക്തിയും അറിഞ്ഞ് തിരിച്ചു വരുന്നതായിട്ട് കാണുന്നു. അതുപോലെ തന്നെ പ്രവർത്തനങ്ങളിലുണ്ടായിരുന്ന പിഴവുകൾ കൃത്യം കണ്ടെത്തി അതിനെ ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ ഇവർക്ക് കൂടുതൽ സാധിക്കുന്നു. ആദ്യ ദിവസം ശുഷ്കാന്തിയോടുകൂടി പ്രവർത്തിക്കുന്ന കാര്യങ്ങളിൽ ചിലപ്പോൾ ചില ബൗദ്ധികമായ കുറവുകൾ ഉണ്ടാകുന്നതിൻ്റെ ഫലമായി ചില വീഴ്ചകൾ സംഭവിച്ചേക്കാം. പക്ഷേ അതിനെ കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. സാമ്പത്തിക അവസ്ഥയും ഇതുതന്നെയാണ്. ആദ്യം പറയുന്ന അവസ്ഥയേക്കാൾ കൂടുതൽ സാമ്പത്തിക ഗുണം ആഴ്ചയുടെ രണ്ടാം പകുതിയിലാണ് കിട്ടുന്നത്. സാമ്പത്തിക നേട്ടം കൃത്യമായി കാണുന്നുണ്ട്. സന്താനങ്ങളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടോ ആരോഗ്യ പരിരക്ഷയുമായി ബന്ധപ്പെട്ടോ ഒക്കെ പണം മുടക്കുന്നതായി കാണുന്നു. ഏറ്റവും അടുത്ത ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, സഹോദര സ്ഥാനത്തുള്ളവർ ഇവരാലൊക്കെ ഈ ആഴ്ചയിൽ ഇവർക്ക് ഗുണം കാണുന്നു. ഒന്നുകിൽ സഹോദരനിൽ നിന്നോ അല്ലെങ്കിൽ സഹോദരിയിൽ നിന്നോ അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളിൽ നിന്നോ അതല്ലെങ്കിൽ അടുത്ത സുഹൃത്തിൽ നിന്നോ ഒക്കെ മനസ്സിന് സന്തോഷം ലഭിക്കുന്ന ചില വാർത്തകൾ കേൾക്കുകയോ അല്ലെങ്കിൽ ഇവരങ്ങോട്ട് അവരെ സഹായിക്കുകയോ ചെയ്യുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. പൊതുവെ സാമ്പത്തിക നേട്ടം ഈ ആഴ്ചയിൽ കാണുന്നു. പ്രത്യേകിച്ചും ആഴ്ചയുടെ രണ്ടാം പകുതിയിലാണ് അത് കൂടുതൽ കാണുന്നത്. സന്താനങ്ങളുടെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ നന്നായി ഇടപെടുന്നതായി കാണുന്നു. പഠന സംബന്ധമായ കാര്യങ്ങളിലും ഇടപെടുന്നുണ്ട്. ആഴ്ചയുടെ ആദ്യ ദിവസം കഴിഞ്ഞാൽ മാതാവിന് ചെറിയ ശാരീരികമായ അവശതകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആഴ്ചയുടെ ആദ്യ ദിവസത്തിന് ശേഷമുള്ള ആദ്യ പകുതിയിലെ ദിവസങ്ങൾ വാഹനം ഓടിക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിച്ചു കൊള്ളണമെന്ന് പറയുന്നു. കയറ്റങ്ങൾ കയറുമ്പോഴും ഭാരമുള്ള വസ്തുക്കളോ മൂർച്ചയുള്ള വസ്തുക്കളോ ഉപയോഗിക്കുമ്പോഴും ഇലക്ട്രിസിറ്റി, തീ ഇവയോട് ബന്ധപ്പെടുമ്പോഴുമൊക്കെ ഒരു ശ്രദ്ധ വേണം. ഈ ആഴ്ചയിൽ മകരക്കൂറിനെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസങ്ങൾ 28, പിന്നെ 2 തീയതി മധ്യാഹ്ന ശേഷം 3 താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളാണ്. അടുത്തത് കുംഭക്കൂറാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ രണ്ടാമത്തെ പകുതി,
ചതയം, പൂരുരുട്ടാതി, മുക്കാൽ. ആദ്യ ദിവസത്തിന് ശേഷമുള്ള ദിവസങ്ങൾ, പ്രത്യേകിച്ചും ആദ്യ പകുതിക്കകത്ത് വളരെ ഗുണകരമായിട്ട് കാണുന്നു. ചില പ്രത്യേക മാനസികാവസ്ഥകൾ കാരണം പ്രവർത്തനങ്ങളിൽ വൈമുഖ്യം കാണിച്ചിരുന്നവർ ആ അവസ്ഥ ആഴ്ചയുടെ ആദ്യ ദിവസത്തിന് ശേഷം മാറുന്നതായിട്ടാണ് കാണുന്നത്. ഒന്നുകിൽ അവർ സ്വയം മാറ്റും, അല്ലെങ്കിൽ മാറുന്നതിന് തക്കവണ്ണമുള്ള ചില അവസ്ഥകൾ അവരിലേക്ക് വരും. അത് സുഹൃത്തുക്കൾ വഴിയോ ബന്ധുക്കൾ വഴിയോ ഇവരുടെ അഭ്യുദയകാംക്ഷികൾ വഴിയോ വരും. അങ്ങനെ പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാക്കാൻ ഇവർക്ക് സാധിക്കുന്ന ഒരവസ്ഥ തിങ്കളാഴ്ച മുതൽ കാണുന്നുണ്ട്. പ്രവർത്തനങ്ങളിൽ ഏറ്റവും നന്നായി ശോഭിക്കാൻ സാധിക്കുന്നതിനാൽ തുടർന്നുള്ള ദിവസങ്ങളിൽ സാമ്പത്തിക നേട്ടവും കാണുന്നു. ആഴ്ചയുടെ അവസാന ദിവസം ചിലപ്പോൾ ഇവർ ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് യാത്ര പോകാൻ സാധ്യതയുണ്ട്. വീട്ടുകാരുമൊത്തോ അല്ലെങ്കിൽ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളുമൊത്തോ ഒക്കെ പുറത്തേക്ക് പോവുകയോ ഉല്ലാസയാത്ര നടത്തുകയോ നല്ല സ്ഥലങ്ങളിൽ പോയി ഭക്ഷണം കഴിച്ച് മനസ്സിന് സന്തോഷം ലഭിക്കുന്ന ഒരവസ്ഥയിലൂടെ കടന്നു പോവുകയോ ചെയ്യാം. ചിലപ്പോൾ ഭാഗ്യം അനുകൂലമായി വരുന്നൊരവസ്ഥ കാണുന്നുണ്ട്. അത് ചിലപ്പോൾ പണത്തിൻ്റെ രൂപത്തിലാവാം. ലോട്ടറിയോ മറ്റേതെങ്കിലും ഭാഗ്യ അനുകൂലമായ കാര്യങ്ങളിലോ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ വിജയം വരിക്കാൻ സാധ്യതയുണ്ട്. ചില പ്രത്യേക സ്ഥലങ്ങളിൽ നിന്ന് ഇവർക്ക് ചിലപ്പോൾ ചില സഹായങ്ങൾ കടന്നു വരും. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സുഹൃത്തുക്കൾ, വ്യക്തികൾ ഇവരെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വരും. പ്രത്യേകിച്ചും ആഴ്ചയുടെ ആദ്യ പകുതിക്ക് ശേഷം ഗുണകരമായ ഒരു യാത്ര നടത്തുമെന്ന് കാണുന്നുണ്ട്. പ്രത്യേകിച്ചും തിങ്കൾ ദിവസം, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഒരു യാത്ര നടത്തുമെന്ന് കാണുന്നു. അതിന് ഏറ്റവും വേണ്ടപ്പെട്ട ചില വ്യക്തികൾ, ഈ കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ രക്ഷപ്പെടണം എന്ന് വിചാരിക്കുന്ന അഭ്യുദയകാംക്ഷികളായ ചില വ്യക്തികളിൽ നിന്നും വലിയ പിന്താങ്ങൽ അതിനുണ്ടാകുമെന്നും കാണുന്നു. സാമ്പത്തിക സഹായം ആരിൽ നിന്ന് വേണോ വരാം. അതുപോലെ തന്നെ പ്രവർത്തനങ്ങളിൽ പുതിയ ആശയങ്ങൾ കടന്നു വരാം. ചില ദിശാമാറ്റങ്ങൾ, പുതിയ ചിന്തകൾ ഇതൊക്കെ കടന്നു വരാം. പ്രത്യേകിച്ച് ആഴ്ചയുടെ ആദ്യ ദിവസത്തിന് ശേഷം ഇതെല്ലാം പ്രാവർത്തികമാക്കാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ചില ചെറിയ യാത്രകൾ നടത്തുകയും അതിൻ്റെ ഫലം തങ്ങളുടെ കർമ്മരംഗത്ത് വളരെ മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നതായിട്ട് കാണുന്നു. ശാരീരികമായി ശ്രദ്ധിച്ചാൽ ഇവരുടെ സ്കിന്നിന് എന്തെങ്കിലും അസുഖമുണ്ടാവാം. മുഖം പ്രത്യേകമായി ശ്രദ്ധിക്കണം. വാക്കും ശ്രദ്ധിക്കണം. ചില നൈരാശ്യത്തിൻ്റെ പുറത്തോ ചില വൈകാരികമായ തള്ളിച്ച കൊണ്ടോ ഒക്കെ എന്തെങ്കിലുമൊക്കെ മോശപ്പെട്ട വാക്കുകൾ ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികളോടോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോടോ അയൽക്കാരോടോ ഒക്കെ പറഞ്ഞെന്നിരിക്കാം. അതിൻ്റെ ഫലമായി ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകൾ ഇവരെ മാനസികമായി വേദനിപ്പിച്ചു എന്നും ഇരിക്കാം. എന്നാൽ തുടർന്നുള്ള ദിവസങ്ങളിൽ, ആദ്യ ദിവസങ്ങൾക്ക് ശേഷമുള്ള ദിവസങ്ങളിൽ ഇത്തരം കാര്യങ്ങളൊക്കെ വിപരീതമായി വരുന്നതായിട്ടാണ് കാണുന്നത്. അതിനൊന്നും ആരും വലിയ ഗൗരവമായിട്ടൊന്നും എടുക്കുകയുമില്ല. കാര്യങ്ങൾ വളരെ സ്മൂത്തായിട്ട് മുന്നോട്ട് പോകുന്നൊരവസ്ഥ കാണുന്നുണ്ട്. മുഖരോഗങ്ങൾക്ക് സാധ്യതയുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിക്കുക. കണ്ണ്, മൂക്ക്, നാക്ക്, പല്ല്, മോണ, നെറ്റിത്തടം, സ്കാൾപ്പ് ഈ ഏരിയയിലൊക്കെ, ചെവി ഈ ഭാഗങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതയോ അവശതയോ ഉണ്ടാകാം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 29, 30, 31 രാവിലെ 9:30 വരെ താരതമ്യേന ഗുണമുള്ള ദിവസമാണ്. അടുത്തത് മീനക്കൂറാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിലെ കാര്യങ്ങളും തങ്ങളുടെ കർമ്മരംഗത്തുള്ള കാര്യങ്ങളും കൃത്യമായി ഇവർ നോക്കുന്നതായും മുന്നോട്ട് കൊണ്ടുപോകുന്നതായും കാണുന്നു. വലിയ സാമ്പത്തിക നേട്ടത്തിന് സാധ്യതയുള്ള ഒരാഴ്ച തന്നെയാണിത്. പക്ഷേ ചിലരുടെ പ്രവർത്തനം, കർമ്മരംഗത്ത് തന്നെ ഇവരുടെ കൂടെ നിൽക്കുന്ന ചിലരുടെ പ്രവൃത്തികൾ വഴി മാനസികമായി ചില വിഷമങ്ങൾ ഉണ്ടാകാനോ അല്ലെങ്കിൽ പ്രവർത്തനത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാനോ സാധിക്കാതെ വരുന്നതുകൊണ്ട് ഈ പറയുന്ന സാമ്പത്തികമായ വരവൊരൽപ്പം കുറഞ്ഞെന്നിരിക്കാം. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു കൊള്ളണം ഇവർ. ഈ മീനക്കൂറിൽപ്പെട്ട പുരുഷ നക്ഷത്രക്കാർക്ക് സ്ത്രീകളാൽ അവരുടെ കർമ്മരംഗത്ത് പ്രശ്നമുണ്ടാകാം. അതുപോലെ തിരിച്ചും മീനക്കൂറിൽപ്പെട്ട സ്ത്രീ നക്ഷത്രക്കാർക്ക് പുരുഷന്മാരാലും പ്രശ്നമുണ്ടാകാം. അതുകൊണ്ട് ആളുകളോട് ഇടപെടുമ്പോഴും പെരുമാറുമ്പോഴും ഒരു കരുതൽ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. എന്തും ആരോടും തുറന്നു പറയാം എന്നൊരവസ്ഥ പാടില്ല. ചില ഗോപ്യതകൾ, ചില ഒളിച്ചു വയ്ക്കലുകൾ വലിയ വിജയത്തിൻ്റെ നാന്ദിയായി മാറുമെന്നൊരവസ്ഥയുണ്ട്. അത് പ്രത്യേകമായി മീനക്കൂറിൽപ്പെട്ടവർ ശ്രദ്ധിച്ചു കൊള്ളണമെന്ന് പറയുന്നു. കർമ്മരംഗത്ത് തങ്ങളെ ഇല്ലാതെയാക്കാനും അല്ലെങ്കിൽ തങ്ങൾക്കൊരു ചീത്തപ്പേരുണ്ടാക്കാനും ശ്രമിക്കുന്ന ധാരാളം ആൾക്കാർ ഇവർക്ക് ചുറ്റുമുണ്ട്. പ്രത്യേകിച്ച് ചില പ്രത്യേക ഗ്രഹങ്ങൾ നിൽക്കുന്ന സ്ഥലമായതിനാൽ സ്വാഭാവികമായും കർമ്മരംഗത്ത് ശത്രുതാ മനോഭാവം കാണുന്നു. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കണം. എന്നാൽ ഏതു പ്രവർത്തനത്തെയും പ്രാർത്ഥന കൊണ്ടും മനോധൈര്യം കൊണ്ടും ഊർജ്ജസ്വലതയോടെ നേരിടാൻ തക്കവണ്ണമുള്ള കാര്യങ്ങളെ നേരിടാനുള്ളൊരവസ്ഥ മീനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയും ഉണ്ടാവും. അതുകൊണ്ട് അധികാരികളുടെയും അതുപോലെ തന്നെ തങ്ങളുടെ തന്നെ പ്രവർത്തനത്തിന് വേണ്ടി സജ്ജമാകാൻ ശേഷിയുള്ള മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും
ഒരു അവസ്ഥ കൊണ്ടും ഇവർക്ക് തങ്ങളുടെ ദുർവിധിയെ നേരിടാൻ സാധിക്കും, പ്രത്യേകിച്ച് കർമ്മരംഗത്ത് എന്ന് കാണുന്നു. കാൽമുട്ടുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വാഹനം ഓടിക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം. ചലനാത്മകതയ്ക്ക് കുറവ് വരുത്താനാണ് ശ്രമം. തങ്ങൾ വേഗതയിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന് സ്ലോ ഡൗൺ ചെയ്താൽ പ്രവർത്തനങ്ങൾ മൊത്തം മന്ദീഭവിക്കും എന്നൊരു ചിന്ത ഇവരുടെ ശത്രുക്കൾക്കുണ്ട്. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിച്ചു കൊള്ളണം. അങ്ങേയറ്റത്തെ കരുതലോടുകൂടി ഓരോ യാത്രയും ഓരോ കാൽവയ്പും ശ്രദ്ധിക്കണം. കർമ്മരംഗം സജീവമായി പോകും. അധികാരികളും ഒപ്പമുണ്ട്. ദേവിയുടെയും ദേവൻ്റെയും ഒക്കെ അനുഗ്രഹം ആ കാലത്തുണ്ട് എന്ന് കരുതുന്നു. തങ്ങൾക്കറിയാവുന്ന ക്രാഫ്റ്റ്, തങ്ങൾക്കറിയാവുന്ന സ്കിൽസ് കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു അവസ്ഥ ഇവർക്കിപ്പോൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും മുന്നോട്ട് പോകാം. ആഴ്ചയുടെ തുടക്ക ദിവസം മനസ്സിനും സന്തോഷത്തിനും ഗുണം കിട്ടുന്ന ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും. പിന്നീട് രണ്ടാം പകുതി തുടങ്ങുമ്പോഴും ഇവർക്ക് വളരെ ഗുണകരമാണ്. സാമ്പത്തിക നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം, കൂടുതൽ ഊർജ്ജസ്വലത, സഹോദരി സ്ഥാനത്തുള്ളവരോ സഹോദര സ്ഥാനത്തുള്ളവരോ ബന്ധുക്കളോ അടുത്ത സുഹൃത്തുക്കളോ ഇവരോടൊപ്പം നിൽക്കും എന്നും കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 28, പിന്നെ 31 രാവിലെ 9:30 ശേഷം 1, 2-ാം തീയതി മധ്യാഹ്നം വരെയും ഗുണകരമാണ്. ഓം ശനൈശ്വരായ നമ എന്ന ശനിദോഷ പരിഹാരത്തിന് ജപിക്കുക. എപ്പോഴും ജപിക്കുക. ജപം പരമപ്രധാനം കലിയുഗത്തിൽ. പിന്നെ ശനിയാഴ്ച ദിവസം വ്രതശുദ്ധിയോടുകൂടി ശാസ്താവിൻ്റെ ക്ഷേത്രത്തിലോ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ നവഗ്രഹങ്ങളിൽ ശനീശ്വരനോ നീരാഞ്ജനം കഴിപ്പിക്കുക, കടുംപായസം കഴിപ്പിക്കുക, കാക്കയ്ക്ക് ആഹാരം കൊടുക്കുക, ഇടത്തെ കൈകൊണ്ട് എച്ചിൽ കൊടുക്കുക. ഇടത് ശനിയുടേതാണ്, എച്ചിലും ഉപേക്ഷിക്കപ്പെട്ടതും ശനിയുടേതാണ്. അതുകൊണ്ടാണ് കാക്കയ്ക്ക് ഇടത്തെ കൈകൊണ്ട് എച്ചിൽ കൊടുക്കുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തെരുവ് നായ്ക്കൾക്ക് ആഹാരം കൊടുക്കുക. ഏറ്റവും താഴേക്കിടയിൽ വിഷമം അനുഭവിക്കുന്നവർ, ആഹാരത്തിന് ബുദ്ധിമുട്ടുന്നവർ, അവരെ ഒരല്പമെങ്കിലും സഹായിക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായും ശനീശ്വരൻ്റെ അനുഗ്രഹം അവർക്കുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അതുപോലെ തന്നെ വ്യാഴദോഷ പരിഹാരത്തിനായി വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണു സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, വ്രതശുദ്ധിയോടുകൂടി ഇരിക്കുക, മഞ്ഞപ്പട്ട് സമർപ്പിക്കുക, ഓം നമോ നാരായണായ എന്ന് ജപിക്കുക. അതുപോലെ തന്നെ പാൽപ്പായസ നൈവേദ്യവും നെയ്വിളക്ക് കത്തിക്കലും വളരെ നല്ലതാണ്. ഓം ഗം ഗണപതയെ നമ എന്ന് കേതുദോഷ പരിഹാരത്തിന് ജപിക്കുക. കർഗമാല അർപ്പിക്കുക ഗണപതിക്ക്, നാളികേരം മുടയ്ക്കുക, ഉണ്ണിയപ്പ നിവേദ്യം നടത്തുക. നാഗദോഷ പരിഹാരത്തിനായി ഓം നാഗായ നമ എന്ന് ജപിക്കാം. നാഗദൈവങ്ങൾക്ക് 100 പാലും കൊടുക്കാം. എല്ലാവർക്കും നല്ലൊരാഴ്ചയാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.